വർണ്ണൻ മെക്കാനിക്കിനെയും കാത്ത് അവിടെ നിന്നു. നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. ഒരു പിക്കപ്പിന്റെ മുകളിൽ 2 നില വീട് കെട്ടിക്കൊണ്ട് പോകുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൈഡ് ഭ്രാന്തെടുക്കുന്നു. ശബ്ദകോലാഹലമാണ്. നല്ല ശാന്തമായ അന്തരീക്ഷത്തിൽ അലമുണ്ടാകലാണ് ഇവന്മാരുടെ ഹോബി. എന്ത് ചെയ്യാൻ പറ്റും? കോളാമ്പി ഇതിനാണ് അമ്മ പാട്ടിട്ടുണ്ട് പോണത്. 1 കിലോമീറ്റർ ദൂരെ നിൽക്കുന്നത് കേൾക്കണം. അതും നല്ല പതർച്ചയോടെ. ഈ അളിയ ഞാൻ ഒന്ന് പറയട്ടെ, ഓക്കെ, നമ്മൾ വെളിയിൽ നിൽക്കുന്നവർക്ക് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇതിനകത്തിരിക്കുന്നവന്റെ അതെന്നെ കോളാൻ വെച്ചത് അവൻ കേൾക്കുന്നില്ലായിരുന്നു. എല്ലായിടും ആളുണ്ടല്ലോ അളിയ. എഞ്ചിനകത്ത് കൂടെ 2-3 പിടിച്ചിട്ട് പിരിവാ എല്ലാം ഉണ്ട്. ഗൂഗിൾ പേ എന്ന് പറയാ 10-20 ഉണ്ട് ഇതിനകത്ത്. അത് വേണ്ട, ഇവിടെ 10 കിടപ്പുണ്ട്, അത് കൊടുത്തായി. എന്നാ വെറും വയറ്റിൽ വെറുതെ ചെറിയാക്കണ്ട. ഇന്നലെ പൈസ കൊടുക്കണ്ടേ? നമ്മളെ ക്യാമറ ഉപയോഗം ചെയ്തോ? ക്യാമറ ഉപയോഗം ചെയ്ത അടി കിട്ടുമ്പോ മനസ്സിലായിരുന്നു. ക്യാമറയെ മേടിച്ച് തല്ലി പൊട്ടിച്ച് കൊച്ചിട്ട് അടി തന്നെ അവന്മാരെ. സ്കൂളൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാരും പഠിക്കാൻ പോകത്തില്ല. അത് തന്നെ നമ്മള് കണ്ട കാര്യം പറയാം. നമ്മള് പല കടകളിലും കയറിയ അവിടെ 1-2 കൊച്ചു കുട്ടികൾ, ഏകദേശം 15 വയസ്സ് താഴെയുള്ള കുട്ടികൾ അവിടെ പണിയെടുക്കുന്ന കാണാം. 10 വയസ്സിന് താഴെയുള്ള ആ കടയിലൊക്കെ പിള്ളേർക്കൊക്കെ 9-10 വയസ്സേ ഉള്ളൂ. അതെ, ശരിക്കും അവരെ രക്ഷിതാക്കൾ തന്നെയാണ് അവരെ ജോലിക്ക് പറഞ്ഞു വിടുന്നത്, പഠിപ്പിക്കാതെ. പിടുത്തം കിട്ടുന്നില്ല. അത് ബീഹാർ പോലും അതിനനുസരിച്ച് കടകളിൽ മുഴുവൻ നമ്മുടെ ഹോട്ടലിലൊക്കെ നമുക്ക് വിഷമം വരും. ശരിക്കും സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ആ കടയിൽ പിന്നെ കയറി ഫുഡ് കഴിക്കാൻ തോന്നത്തില്ല. അത് തന്നെ പഠിക്കാനൊക്കെ പോകേണ്ട കുട്ടികൾ, അല്ലെങ്കിൽ കളിച്ച് കിടക്കണ്ടേ, പഠിക്കാൻ പോലും വേണ്ടത് കളിച്ച് കിടക്കേണ്ട പ്രായത്തിൽ ജോലിക്കാന്ന് പറഞ്ഞാല് ഭയങ്കര വിഷമമുള്ള. അതെ അതെ. പിന്നെ മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഇവർക്ക് ദാരിദ്ര്യം ഉള്ള കുട്ടികളാണ്. അതായത് സാമ്പത്തികമായിട്ട് കുറവായിട്ടുള്ള കുട്ടികൾ മാത്രമാണ് ഇങ്ങനെ ജോലിക്ക് പോകണം. പക്ഷെ പൈസ ഉള്ള കുട്ടികൾ നല്ല യൂണിഫോം ഒക്കെ ഇട്ട് പഠിക്കാൻ പോണെന്നും കാണുന്നുണ്ട്. ഇവിടെ പൊതുവെ ഒരു നല്ലൊരു വിഭാഗം ജനങ്ങളും വലിയ സാമ്പത്തിക നില ദാരിദ്ര്യാവസ്ഥ ജീവിക്കുന്നവരാണ്. അതെ, കൃഷിയും അങ്ങനെയുള്ള കൃഷി ചെയ്യുന്നവരെല്ലാം ദരിദ്രാന്നല്ല പറയുന്നത്, പക്ഷെങ്കില് വലിയ സംവിധാനമൊന്നും ഇല്ലാണ്ട് ജീവിക്കുന്നവരാ. അപ്പൊ അതിനായിട്ടുള്ള പോരായ്മകളുണ്ട് ഈ പ്രദേശങ്ങളിൽ. ഇപ്പൊ ബീഹാറിലൊക്കെ ചെന്നാൽ അത് തന്നെ പ്രധാന പ്രശ്നം. ഇവരെ ഈ വൃത്തിക്കുറവും സംസാരത്തിലുള്ള ഒരു ഇതും വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നുവെച്ചാൽ